76-ാം വയസ്സിൽ സംസ്ഥാന സ്കൂൾ കലോത്സവം കേരള വിഷൻ ന്യൂസിനു വേണ്ടി റിപ്പോർട്ട് ചെയ്ത ഒരു മുത്തശ്ശിയെ പരിചയപ്പെടാം. കോഴിക്കോട് അത്തോളി സ്വദേശിനി അമ്മുക്കുട്ടി അമ്മയാണ് തിരുവാതിര മത്സര നഗരിയിൽ റിപ്പോർട്ടറായി തിളങ്ങിയത്. വാർത്ത കാണാം. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ HSS വിഭാഗം തിരുവാതിര മത്സരത്തിന്റെ സദസ്സിലാണ് വെള്ളിനൂലിഴ പോലുള്ള മുടിയിഴകളുമായി ആദ്യം അമ്മുക്കുട്ടിയമ്മയെ കണ്ടത്. പ്രായം തളർത്താത്ത ആവേശത്തോടെ അവർ മത്സരം വീക്ഷിക്കുന്നു. ഈ പ്രായത്തിലും തിരുവാതിര മണിക്കൂറുകൾ ഇരുന്ന് കണ്ട മുത്തശ്ശിക്കരികിലേക്ക് കൗതുകത്തോടെയാണ് ഞങ്ങൾ എത്തിയത്. ആവേശത്തിന്റെ കാര്യം തിരക്കിയപ്പോഴാണ് സ്കൂൾ പഠനകാലത്ത് താനും തിരുവാതിര വേദികളിൽ താരമായിരുന്നു എന്ന രഹസ്യം അമ്മുക്കുട്ടിയമ്മ പറഞ്ഞത്. അതിനിടെ വാർത്താ റിപ്പോർട്ടിങ്ങിനെ കുറിച്ച് മറുചോദ്യം ഉന്നയിച്ച ആ മുത്തശ്ശി കേരള വിഷൻ ന്യൂസിന് വേണ്ടി അല്പനേരം മാധ്യമപ്രവർത്തകയുടെ റോളും ഏറ്റെടുത്തു. തിരുവാതിര കഴിഞ്ഞിറങ്ങിയ അങ്കനമാരോട് വിശേഷങ്ങൾ ചോദിച്ചറിഞ്ഞു. പ്രാക്ടീസ് ഒക്കെ എങ്ങനെയാണ്? കുറെ കാലം പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. ഏത് സ്കൂളാ മക്കളെ? തിരുവാതിര കളിയിലെ ഏത് പട്ടങ്ങൾ പഠിച്ചത്? പഠിപ്പിച്ചാരാന്ന്? അമ്മുക്കുട്ടിയമ്മയുടെ റിപ്പോർട്ടിങ്ങിന് അങ്കനമാർ നൽകിയത് 100-ൽ 100 മാർക്ക്. പക്ഷേ അമ്മുക്കുട്ടിയമ്മ ആദ്യമായിട്ടാണ് ഒരു വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നത് നിങ്ങൾക്ക് തോന്നിയോ? വാർത്താ റിപ്പോർട്ടിങ്ങിൽ താരമായ അമ്മുക്കുട്ടിയമ്മ അത് അവസാനിപ്പിക്കുമ്പോഴുണ്ടായ നേരിയ പരിഭ്രമം വാക്കുകളിൽ മറച്ചുവെച്ചില്ല. പറയല്ലോ, എന്താ പറയേണ്ടത്? തിരുവാതിരക്കായാലും റിപ്പോർട്ടിങ്ങിനായാലും പ്രായം ഒരു തടസ്സമേ ഇല്ലെന്ന് തെളിയിച്ചിരിക്കുകയാണ് അത്തോളിക്കാരി അമ്മുക്കുട്ടിയമ്മ. അവരാണ് ഇന്ന് കേരള വിഷൻ ന്യൂസിന് വേണ്ടി തിരുവാതിര മത്സരം റിപ്പോർട്ട് ചെയ്തത്. എന്നാലും റിപ്പോർട്ടിംഗ് അനുഭവം എങ്ങനെയുണ്ടായിരുന്നു എന്ന് അമ്മുക്കുട്ടി അമ്മയോട് തന്നെ ചോദിക്കാം. അമ്മുക്കുട്ടിയമ്മ എങ്ങനെയുണ്ടായിരുന്നു റിപ്പോർട്ടിംഗ് അനുഭവം? നന്നായിരുന്നു. ഇതിനു മുൻപ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ? റിപ്പോർട്ടർ അമ്മുക്കുട്ടിയമ്മയ്ക്കും ക്യാമറ പേഴ്സൺ അബു താഹിറിനുമൊപ്പം റിയാസ് KMR, ടീം കേരള വിഷൻ ന്യൂസ്.